എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചതന്ത്രത്തിലെ കാകോലുകീയത്തിൻ്റെ ബാക്കി ഭാഗമാണ്. അങ്ങനെ സ്ഥിരജീവി മൂങ്ങ രാജാവിനോട് പറഞ്ഞു, ദേവ, അങ്ങ് പറഞ്ഞത് ഉചിതം തന്നെ. എന്നാൽ ഞാൻ നീതിജ്ഞൻ തന്നെയാണെങ്കിലും സ്വതേ അങ്ങയുടെ ശത്രുകുലത്തിൽപ്പെട്ടവനാണ്. അങ്ങയോട് വളരെ വിശ്വസ്തതയും സ്നേഹവും എനിക്കുണ്ടെങ്കിലും കോട്ടയുടെ നടുവിൽ വസിക്കാൻ ഞാൻ അർഹനല്ല. അതിനാൽ ഞാൻ കോട്ടവാതിൽക്കലിരുന്ന് അങ്ങയെ സേവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. രാജാവ് അത് സമ്മതിച്ചു. പതിവായി രാജഭൃത്യന്മാർ സ്ഥിരജീവിക്ക് രാജകൽപ്പന പ്രകാരം ഇഷ്ടം പോലെ ധാരാളം മാംസഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. 2-4 ദിവസം കൊണ്ട് കാക്ക തടിച്ചു കൊഴുത്ത് മയിലിനെ പോലെ വലിപ്പം വെച്ചു. സ്ഥിരജീവി തടിച്ചു വരുന്നത് കണ്ട് രക്താശൻ അത്ഭുതത്തോടെ രാജാവിനോടും മന്ത്രിമാരോടും പറഞ്ഞു, അങ്ങും മന്ത്രിമാരും വിഡ്ഢികളാണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം ഞാനാണ് വിഡ്ഢിയായത് എന്ന് പറഞ്ഞു. ശത്രുവിനെ വിശ്വസിക്കുന്നവൻ മണ്ടനാണ്. എനിക്ക് എന്തോ ആപത്ത് വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു കാര്യം സംഭവിക്കാനിടയാവും മുമ്പ് പരിഹാരം കാണുന്നവൻ സുഖമായി ജീവിക്കും. അത് ചെയ്യാത്തവന് ദുഃഖിക്കേണ്ടിയും വരും. എനിക്ക് വയസ്സായി. കാട്ടിൽ താമസിച്ചു തുടങ്ങിയിട്ട് വളരെ കാലവുമായി. ഞാൻ എന്തായാലും ഇവിടം വിട്ടു പോവുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ കൂടെ വരണമെങ്കിൽ വരാം എന്ന് പറഞ്ഞ് രക്താശൻ സ്വന്തം അനുയായികളോടും പരിവാരങ്ങളോടും കൂടി ദൂരത്തൊരിടത്തേക്ക് പോയി. രക്താശൻ പോയപ്പോൾ സ്ഥിരജീവിക്ക് വളരെ സന്തോഷമായി. അവൻ വിചാരിച്ചു, രക്താശൻ പോയത് ഭാഗ്യം തന്നെ, നമുക്ക് മംഗളം ഭവിക്കും തീർച്ച. രക്താശൻ ഭാവിയിലേക്ക് നല്ല കണ്ണുള്ളവനാണ്. അവൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് സുഖമുണ്ടാവുകയില്ല. ഇപ്പോൾ ഇവിടെയുള്ളവരെല്ലാം പടുവിഡ്ഢികളാണ്. ഒരു രാജാവിൻ്റെ മന്ത്രിമാർ ദീർഘദർശികളല്ലെങ്കിൽ ആ രാജാവിന് ക്രമേണ നാശം സംഭവിക്കും. രാജഹിതത്തിന് വിപരീതമായ നയം സ്വീകരിച്ച് സേവിക്കുന്ന മന്ത്രിമാർ രാജാവിൻ്റെ ശത്രുക്കളാണെന്നാണ് പറയുക. ഇങ്ങനെയൊക്കെ വിചാരിച്ച് സൗകര്യം കിട്ടുമ്പോൾ ഗുഹ കത്തിച്ചു കളയാനായി അവൻ ദിവസം തോറും ഓരോ വിറക് കഷ്ണം വീതം എടുത്തുകൊണ്ട് വന്ന് സ്വന്തം കൂട്ടിൽ കൂട്ടിവെച്ചു തുടങ്ങി. വിഡ്ഢികളായ മൂങ്ങകൾ ഇതൊന്നും അറിഞ്ഞില്ല. തങ്ങളെ ദഹിപ്പിക്കാനുള്ള വിറകാണ് ഈ കൂട്ടിവെച്ചിട്ടുള്ളതെന്ന് അവർ ധരിക്കുകയുണ്ടായില്ല. ദുര്യോഗം ബാധിച്ചിട്ടുള്ള മനുഷ്യൻ ശത്രുവിനെ സ്നേഹിതനായി വയ്ക്കും, സ്നേഹിതനെ ശത്രുവെന്ന് കരുതി അകറ്റും. നല്ല കാര്യങ്ങളെ ചീത്തയെന്ന് ധരിക്കും, പാപകർമ്മങ്ങളെ മംഗളമെന്ന് കരുതി ചെയ്യുകയും ചെയ്യും. അങ്ങനെ കൂട് കെട്ടുകയാണെന്ന ഭാവത്തിൽ കോട്ടവാതിൽക്കൽ വിറക് കൂട്ടിവെച്ചു കഴിഞ്ഞ ശേഷം സൂര്യൻ ഉദിച്ചപ്പോൾ മൂങ്ങകൾക്ക് കണ്ണ് കാണുന്നില്ലെന്ന് മനസ്സിലാക്കി സ്ഥിരജീവി വേഗം ചെന്ന് മേഘവർണ്ണനെ വിളിച്ചു. പ്രഭു, ശത്രുവിൻ്റെ ഗുഹ ഇപ്പോൾ തീവച്ച് നശിപ്പിക്കാം. അങ്ങ് ഉടൻ തന്നെ പരിവാരങ്ങളോടൊപ്പം കത്തുന്ന ഓരോ വിറകുകൊള്ളിയും കയ്യിലേന്തി വന്ന് ഗുഹയുടെ വാതിൽക്കലുള്ള എൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി വയ്ക്കുക. ശത്രുക്കളെല്ലാം കുംഭീഭാഗ നരകത്തിൽ പെട്ടാൽ എന്ന പോലെ കഷ്ടപ്പെട്ട് ചത്തുപോകും. ഇത് കേട്ട് സന്തുഷ്ടനായി മേഘവർണ്ണൻ പറഞ്ഞു, അങ്ങയുടെ വർത്തമാനങ്ങളൊക്കെ പറയൂ. കുറേ കാലമായല്ലോ കണ്ടിട്ട്. ഉണ്ണി, ഇപ്പോൾ അതൊന്നും പറയാൻ സമയമില്ല, സ്ഥിരജീവി പറഞ്ഞു. ഒരു പക്ഷേ ശത്രുവിൻ്റെ വല്ല ചാരന്മാരും ഞാൻ ഇവിടെ വന്ന കാര്യം മനസ്സിലാക്കി ചെന്ന് പറഞ്ഞുവെന്ന് വരാം. അതറിഞ്ഞാൽ അവർ വല്ല സ്ഥലത്തേക്കും പോയി കളയും. അതുകൊണ്ട് വേഗം പുറപ്പെടൂ. വേഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യമില്ലാതെ വെച്ച് താമസിപ്പിക്കുന്നത് നല്ലതല്ല. ചെയ്താൽ ഫലിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പിന്നീട് ചെയ്യുമ്പോൾ ഫലമുണ്ടാവുകയില്ല. അതിനാൽ ഗുഹയിൽ ചെന്ന് ശത്രുക്കളെ കൊന്ന് തിരിച്ചു വന്ന ശേഷം എല്ലാം സാവധാനത്തിൽ വിസ്തരിച്ച് പറയാം. ഉടനെ എല്ലാ കാക്കകളും കൊക്കിൽ ഓരോ കത്തുന്ന വിറകുകൊള്ളിയും ഏന്തി മൂങ്ങാളുടെ ഗുഹയുടെ വാതിൽക്കലെത്തി കൊള്ളികൾ സ്ഥിരജീവിയുടെ കൂട്ടിൽ വെച്ചു. പകൽ കുരുടന്മാരായ മൂങ്ങകൾ ഗുഹയുടെ വാതിൽക്കൽ മുഴുവൻ തീ പടർന്നു പിടിച്ചത് കണ്ട് പുറത്തു പോകാൻ കഴിയാതെ രക്താശൻ്റെ ഹിതവാക്കുകൾ ഓർത്തുകൊണ്ട് കുംഭീഭാഗ നരകത്തിൽ പെട്ടാലെന്ന പോലെ വെന്തു മരിച്ചു. ശത്രുക്കളെ തീരെ നശിപ്പിച്ച ശേഷം വീണ്ടും മേഘവർണ്ണൻ അതേ ആൽമരത്തിൻ്റെ അകത്തുള്ള കോട്ടയിൽ പ്രവേശിച്ചു. സഭാമധ്യത്തിൽ സിംഹാസനത്തിന്മേൽ കയറിയിരുന്നു കൊണ്ട് സന്തുഷ്ടചിത്തയായി സ്ഥിരജീവിയോട് പറഞ്ഞു, അങ്ങ് ശത്രുക്കളുടെ നടുവിൽ എങ്ങനെയാണ് ഇത്രയും കാലം കഴിച്ചുകൂട്ടിയത്? അതറിയാൻ ഞങ്ങൾക്കൊക്കെ കൗതുകം തോന്നുന്നുണ്ട്. പറയൂ. പുണ്യശീലർക്ക് 1 മണിക്കൂർ നേരത്തേക്ക് പോലും ശത്രുജനങ്ങളോട് കൂടി ഇരിക്കേണ്ടി വരുന്നതിന് ഭേദം തീയിൽ ചാടുകയാണെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഉണ്ണി, അത് കേട്ട് സ്ഥിരജീവി പറഞ്ഞു, പ്രഭുവിന് നന്മ വരുന്ന സംഗതിയിൽ ഭൃത്യർ കഷ്ടപ്പാടൊന്നും സാരമാക്കാറില്ല.
അമൃതിൻ്റെ ഫലമുണ്ടാക്കുന്നതാണെങ്കിൽ വിഷം കഴിക്കാനും സംശയിക്കേണ്ട. വകതിരിവുള്ളവൻ എത്ര തന്നെ ശക്തനാണെങ്കിലും നല്ല കാലം മുമ്പിൽ കണ്ടുകൊണ്ട് വജ്രം പോലെ കടുത്ത വാക്കുകൾ കേട്ടു സഹിച്ചും നീച പുരുഷന്മാരോടൊത്ത് സഹവസിച്ചും കഴിയും. 10,000 ആനകളുടെ ശക്തിയുള്ള ഭീമസേനൻ ചട്ടുകം പിടിച്ചും കരിയും പുകയും പുരണ്ടും ആയാസമുള്ള പ്രവൃത്തികൾ ചെയ്തും വിരാട രാജധാനിയിൽ വെറുമൊരു വെയ്പ്പുകാരനായി താമസിച്ചില്ലേ? ബുദ്ധിശാലിയായ മനുഷ്യൻ നല്ല കാലം വരുമെന്നോർത്ത് വിഷമുള്ളതോ നിന്ദ്യമോ ലജ്ജാവഹമായ കാര്യം പോലും ചെയ്തുവെന്ന് വരും. മേഘവർണ്ണൻ പറഞ്ഞു. എന്തായാലും ശത്രുക്കളുടെ കൂടെയുള്ള വാസം വാൾമൂനമേലിരുന്നു കൊണ്ടുള്ള വ്രതം തന്നെ. ദേവ, ഈ മൂങ്ങകളെപ്പോലെ ബുദ്ധിയില്ലാത്ത ഒരു കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല, സ്ഥിരജീവി പറഞ്ഞു. അതിബുദ്ധിശാലിയും സകല ശാസ്ത്ര പാരംഗതനുമായ രക്താക്ഷൻ മാത്രമേ എൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം മനസ്സിലാക്കുകയുണ്ടായുള്ളൂ. മറ്റെല്ലാ മന്ത്രിമാരും പടിവെട്ടികളും മന്ത്രിപദത്തിൻ്റെ മേന്മ മാത്രം ആസ്വദിക്കുന്നവരും നന്മയറിഞ്ഞുകൂടാത്തവരുമാണ്. അറിയാമോ, ശത്രുവിൻ്റെ അടുത്ത് നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ വരുന്നവനെ ചാരനായി തന്നെ കരുതണം. ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ കുടിക്കുമ്പോഴോ ഉണ്ണുമ്പോഴോ അശ്രദ്ധമായി ഇരിക്കുമ്പോഴോ ശത്രു വന്ന് ആക്രമിച്ചുവെന്ന് വരും. അതിനാൽ ധർമാർത്ഥ കാമങ്ങളുടെ ഇരിപ്പിടമായി ശരീരത്തെ എപ്പോഴും രക്ഷിച്ചു കൊള്ളണം. അശ്രദ്ധ പിണഞ്ഞാൽ നശിച്ചു പോയെന്ന് വരും. രാജാവേ, അങ്ങ് പറഞ്ഞുവല്ലോ ശത്രുക്കളുടെ കൂടെയുള്ള വാസം വാൾമുനമേലിരുന്നു കൊണ്ടുള്ള വ്രതമാണെന്ന്. അത് ഞാൻ നേരിട്ട് അനുഭവിക്കുക തന്നെ ചെയ്തു. അപമാനം പ്രതീക്ഷിച്ചും കാര്യം നേടിയ ശേഷം മാത്രം അഭിമാനം നേടാമെന്ന് കരുതിയും വേണം ബുദ്ധിമാൻ പ്രവർത്തിക്കാൻ. കാര്യം സാധിക്കാതിരിക്കുന്നത് തന്നെയാണ് വിഡ്ഢിത്തം. കാലം വരുന്നത് കാത്ത് ശത്രുക്കളെ ചുമലിലെടുക്കാൻ പോലും ബുദ്ധിമാൻ തയ്യാറാവണം. മേഘവർണ്ണൻ പറഞ്ഞു. ശരിയാണ്, മഹാന്മാർ ആപത്തിൽപ്പെട്ടാലും തുടങ്ങിവെച്ച കർമ്മം വിട്ടുകളയില്ല. തടസ്സം വരുമെന്ന് ഭയപ്പെട്ട് അധമന്മാർ ഒരു കാര്യവും തുടങ്ങുക തന്നെയില്ല. ദേവ, അങ്ങ് ഭാഗ്യവാനാണ്, സ്ഥിരജീവി പറഞ്ഞു. അങ്ങയുടെ ഭാഗ്യം കൊണ്ടാണ് തുടങ്ങിവെച്ച കാര്യങ്ങൾ മുഴുമിക്കാൻ സാധിച്ചത്. പലപ്പോഴും ശൗര്യം കൊണ്ട് മാത്രം കാര്യം നടന്നുവെന്ന് വരികയില്ല. എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ വിജയം സിദ്ധിക്കും. മേഘവർണ്ണൻ വീണ്ടും പ്രശംസിച്ചു. നീതിശാസ്ത്രങ്ങളിൽ പറയുന്നതൊക്കെ ശരി തന്നെ. അങ്ങ് യജമാനൻ്റെ പക്കൽ നിന്ന് ദ്രോഹം അനുഭവിച്ച ആളെന്ന ഭാവത്തിൽ ചെന്ന് അരിമർദ്ദനൻ്റെ വിശ്വാസം സമ്പാദിച്ച് അവനെ സപരിവാരം ഒടുക്കിക്കളഞ്ഞുവല്ലോ. ഒരു സംഗതി പ്രയാസപ്പെട്ട് സാധിക്കേണ്ടതാണെങ്കിൽ ആദ്യം തൊട്ട് തന്നെ തുടങ്ങുകയാണ് വേണ്ടത്, സ്ഥിരജീവി പറഞ്ഞു. കാട്ടിൽ കൂടി വഴിവെട്ടേണ്ട ആവശ്യം വന്നാൽ എത്ര ഉയർന്നതും അപൂർവവും മഹത്വമായ വൃക്ഷമാണെങ്കിലും ആദ്യം തന്നെ മുറിച്ചു കളയാൻ മടിക്കാറില്ലല്ലോ. അതിനാൽ മതിച്ച ആനയുടെ ചെവി പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന രാജ്യശ്രീ അഹംഭാവമില്ലാതെ അനുഭവിച്ച് നീതിനിഷ്ഠനായി അങ്ങ് ചിരകാലം വാണുകൊള്ളുക. സ്ഥിരജീവിയുടെ ഉപദേശമനുസരിച്ച് മേഘവർണ്ണൻ വളരെ കാലം ഐശ്വര്യത്തോടെ നാടുവാണു. ചതുർത്ഥ തന്ത്രം ലബ്ധപ്രണാശം. ഒരു സമുദ്രത്തിനടുത്ത് ഒരു ചാമ്പ മരം നിന്നിരുന്നു. അതിലെപ്പോഴും ധാരാളം പഴങ്ങളുണ്ടാകും. അതിൻ്റെ മുകളിൽ രക്തമുഹൻ എന്നൊരു കുരങ്ങൻ താമസിച്ചിരുന്നു. ഒരു ദിവസം കരാളമുഹൻ എന്നു പേരായ ഒരു മുതല കടലിൽ നിന്ന് കയറി വിശ്രമിക്കാൻ മരച്ചുവട്ടിലെ മിനുത്ത മണലിൽ ചെന്ന് കിടന്നു. അപ്പോൾ രക്തമുഹൻ പറഞ്ഞു, അങ്ങ് എൻ്റെ അതിഥിയാണല്ലോ. അമൃത് പോലെയുള്ള ഈ ചാമ്പയ്ക്ക ഒന്ന് സ്വാദു നോക്കൂ. 2 നേരവും ദേവന്മാർക്ക് അന്നം നിവേദിച്ചു കഴിയുമ്പോഴേക്കും എത്തുന്ന അതിഥി പ്രിയപ്പെട്ടവനോ ഇഷ്ടമില്ലാത്തവനോ വിഡ്ഢിയോ അറിവുള്ളവനോ ആരുമാകട്ടെ, ഗൃഹസ്ഥന് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അവൻ കരാളമുഹന് ചാമ്പയ്ക്ക കൊടുത്തു. മുതല അത് തിന്ന് കുറേ നേരം അവനുമായി സല്ലപിച്ചിരുന്ന ശേഷം വീട്ടിലേക്ക് തിരിച്ചുപോയി. അതിൽ പിന്നെ അവർ 2 പേരും ചാമ്പത്തണലിലിരുന്ന് പലതരം ശാസ്ത്രങ്ങളും പുരാണേതിഹാസങ്ങളും കഥകളും പറഞ്ഞ് സമയം കഴിക്കുന്നത് ഒരു പതിവായി തീർന്നു. കരാളമുഹൻ താൻ തിന്ന് ബാക്കി വരുന്ന ചാമ്പയ്ക്ക വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയ്ക്കും കൊടുക്കും. ഒരു ദിവസം അവൾ ചോദിച്ചു, നാഥ, എവിടെ നിന്നാണ് അമൃത് പോലെയുള്ള ഈ പഴങ്ങൾ ദിവസേന കിട്ടുന്നത്? പ്രിയെ, എനിക്കൊരാത്മസുഹൃത്തുണ്ട്, കരാളമുഹൻ ഉത്തരം പറഞ്ഞു. രക്തമുഹൻ എന്നാണ് പേര്. കുരങ്ങനാണ് ആള്. എനിക്ക് വളരെ സ്നേഹപൂർവ്വം അവൻ തരുന്ന പഴങ്ങളാണിവ. അത് കേട്ട് അവൾ പറഞ്ഞു, എപ്പോഴും അമൃത് പോലെയുള്ള ഈ പഴങ്ങൾ തിന്നുന്ന അവൻ്റെ ഹൃദയവും അമൃതമയമായി തീർന്നിട്ടുണ്ടാവും. പ്രിയയായ എന്നോട് അങ്ങയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം എനിക്ക് കൊണ്ടുവന്ന് തരൂ. അത് തിന്ന് ജരാനരകളും മരണവുമില്ലാതെ അങ്ങയോടൊപ്പം സുഖമായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയേ, ഇങ്ങനെയൊന്നും പറയരുതേ. കരാളമുഹന് സങ്കടമായി. അവൻ എനിക്ക് സഹോദരനെ പോലെയാണ്.
എപ്പോഴും പഴം തിന്നാൻ തരുന്നവനുമാണ്. അവനെ കൊല്ലാൻ എനിക്ക് വയ്യ. ഈ ആശ നീ കളയുക തന്നെ വേണം. അപ്പോൾ മുതലപ്പെണ്ണ് പരിഭവിച്ചു. അങ്ങ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുക പതിവില്ല. ആ കുരങ്ങൻ പെണ്ണായി മാറിയാൽ അങ്ങ് അവളോട് അനുരാഗം മൂത്ത് രാവും പകലും അവിടെ തന്നെ കഴിച്ചു കൂട്ടുമെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങയെ നല്ലവണ്ണം അറിയുന്നതാണല്ലോ. ഈയിടെയായി അങ്ങ് എന്നോട് സന്തോഷത്തോടെ ഒരു വാക്കുപോലും പറയുന്നില്ല. എൻ്റെ ഒരാഗ്രഹവും സാധിപ്പിച്ചു തരുന്നില്ല. കൂടെ കൂടെ നെടുവീർപ്പിടുന്നു. രാത്രികളിൽ അങ്ങയുടെ ശരീരം തീനാളം പോലെ ചുട്ടുപുകയുന്നു. കരാളമുഖൻ ഇതെല്ലാം കേട്ട് പരിഭ്രമിച്ച് അവളോട് ദയനീയമാവണ്ണം പറഞ്ഞു, എൻ്റെ ശുണ്ഠിക്കാരി പെണ്ണെ, ഞാൻ എപ്പോഴാണ് നിന്നോട് ദേഷ്യം കാണിച്ചിട്ടുള്ളത്? അപ്പോൾ മുതലപ്പെണ്ണ് കണ്ണീരൊഴുക്കി. വഞ്ചക, 100 മധുരഭാവങ്ങളോടെ അങ്ങ് സ്നേഹിക്കുന്ന ആ പെണ്ണ് പ്രണയം അഭിനയിച്ചുകൊണ്ട് അങ്ങയുടെ മനസ്സിൽ തന്നെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നെപ്പോലെ ആത്മാർത്ഥ സ്നേഹമുള്ള ഒരുവൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ സ്ഥാനമില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്ങ് അവളെ കൊല്ലാൻ വയ്യെന്ന് പറയാൻ കാരണമെന്ത്? വെറും ഒരു കുരങ്ങൻ മാത്രമാണെങ്കിൽ ഇത്രയേറെ സ്നേഹമുണ്ടാവാൻ വഴിയില്ല. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. ആ കുരങ്ങൻ്റെ ഹൃദയം എനിക്ക് തിന്നാൻ തന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. മനസ്സിലാക്കിക്കൊള്ളുക. പെൺമുതലയുടെ തീരുമാനം കേട്ട് മുതല ചിന്താകുലയായി. പെണ്ണും ഞണ്ടും ഒരുപോലെയാണ്. പിടിച്ച പിടി വിടുകയില്ല. എന്തു ചെയ്യാം? ഞാൻ എങ്ങനെയാണ് അവനെ കൊല്ലുക? ഇങ്ങനെ വിചാരിച്ച് അവൻ കുറേ ദിവസത്തേക്ക് കുരങ്ങനെ കാണാൻ പോയില്ല. പിന്നെയും ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അവൻ ഒരു ദിവസം ചാമ്പ മരത്തിൻ്റെ തണലത്തേക്ക് ചെന്നു. കുറച്ച് ദിവസമായി മുതലയെ കാണാതിരുന്ന് കണ്ടപ്പോൾ കുരങ്ങന് വളരെ സന്തോഷം തോന്നി. അവൻ ഉത്കണ്ഠയോടെ ചോദിച്ചു, സ്നേഹിത, കുറേ ദിവസമായല്ലോ കണ്ടിട്ട്, എന്താണ് ഒരു സന്തോഷവും ഇല്ലാതെ മിണ്ടാതിരിക്കുന്നത്? കഥകളൊന്നുമില്ലേ പറയാൻ? ചെങ്ങാതി, കരാളമുഖൻ പറഞ്ഞു, എൻ്റെ ഭാര്യ കടുത്ത വാക്കുകൾ പറഞ്ഞ് എന്നെ ശകാരിച്ചു. അങ്ങയുടെ മുഖം ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എപ്പോഴും പഴങ്ങളും തിന്ന് ചങ്ങാതിയുടെ അടുത്ത് തന്നെയാണ് ഇരിപ്പ്. എന്നിട്ടും ചങ്ങാതിയെ നമ്മുടെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കാൻ പോലും അങ്ങയ്ക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇങ്ങനെ എൻ്റെ ഭാര്യ എന്നെ വളരെയധികം ശകാരിച്ചു. അതുകൊണ്ട് അങ്ങ് ദയവായി എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ ഭാര്യ മുറ്റത്ത് അരിമാവ് കൊണ്ട് അണിഞ്ഞ് പൂക്കളമിട്ട് പട്ടുവസ്ത്രങ്ങളും മണിമാലകളും രത്നാഭരണവും കൊണ്ട് സ്വയം അലങ്കരിച്ച് വാതിൽക്കൽ കുലവാഴിയും തോരണവും കെട്ടി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. രക്തമുഖൻ അത് കേട്ട് സമ്മതിച്ചു. ചെങ്ങാതി, ജ്യേഷ്ഠത്തിയമ്മ പറഞ്ഞത് കാര്യമാണ്. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്താൽ മതി. ജ്യേഷ്ഠത്തിയമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ഞാൻ നമസ്കരിച്ച് ആശീർവാദം വാങ്ങട്ടെ. ചെങ്ങാതി, ഞങ്ങളുടെ ഗൃഹം കടലിനക്കരെ സുന്ദരമായ മണൽത്തിട്ടയിലാണ്. കരാളമുഖൻ പറഞ്ഞു, താങ്കൾക്ക് എൻ്റെ പുറത്ത് കയറിയിരുന്ന് യാതൊരു ഭയവും കൂടാതെ സുഖമായി പോകാം. രക്തമുഖന് അത് കേട്ടപ്പോൾ സന്തോഷമായി. സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വൈകിക്കുന്നത്? വേഗം പുറപ്പെടാം. ഞാനിത് അങ്ങയുടെ പുറത്ത് കയറിയിരിക്കുകയായി. അങ്ങനെ അവർ പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആഴമുള്ള കടലിൽ കൂടി നീന്തുന്ന മുതലയുടെ പുറത്തിരുന്ന് പേടിച്ചു കുറച്ചുകൊണ്ട് കുരങ്ങൻ പറഞ്ഞു, സഹോദര, പതുക്കെ പോയാൽ മതി. ഞാനാകെ തിരമാലകളിൽ കുളിക്കുകയാണ്. അപ്പോൾ മുതല വിചാരിച്ചു, ഇവൻ ആഴമുള്ള വെള്ളത്തിൽ എൻ്റെ സ്വാധീനത്തിൽ വന്നു കഴിഞ്ഞു. എൻ്റെ പുറത്തിരിക്കുമ്പോൾ ഇവന് എള്ളോളം അനങ്ങാൻ പറ്റുകയില്ല. അതിനാൽ ഇവനോട് കാര്യം തുറന്നു പറഞ്ഞാൽ എന്താ? ഇവൻ വേണമെങ്കിൽ അവസാനമായി ഇഷ്ടദേവതയെ സ്മരിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞു, ചെങ്ങാതി, എൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് താങ്കളെ കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനാൽ ഇഷ്ടദേവതയെ സ്മരിച്ചു കൊള്ളുക. രക്തമുഖൻ ഇത് കേട്ട് നടുങ്ങി. സഹോദര, ഞാൻ താങ്കൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? താങ്കൾ എന്തിനാണ് എന്നെ കൊല്ലാൻ തുനിയുന്നത്? സുഹൃത്തെ, താങ്കൾ എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, കരാളമുഖൻ സമാധാനിപ്പിച്ചു. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അമൃത് പോലെയുള്ള പഴങ്ങൾ തിന്ന് സമ്പൂർണ്ണമായിരിക്കുന്ന താങ്കളുടെ ഹൃദയം തിന്നാൻ വല്ലാത്ത ഒരു കൊതി. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, സുഹൃത്തെ, താങ്കൾ എന്നെ ഇപ്പോൾ ഇവിടെ വരെ കൊണ്ടുവന്നത് വെറുതെയായി. ഞാൻ എൻ്റെ ഹൃദയം എപ്പോഴും കൊണ്ടു നടക്കാറില്ല. ചാമ്പ മരത്തിൻ്റെ പൊത്തിൽ ആരും കാണാതെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അത് എടുത്തുകൊണ്ട് വന്ന് ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് കൊടുക്കാമല്ലോ. ഹൃദയമില്ലാത്ത എന്നെ കൊണ്ടുചെന്നിട്ട് എന്ത് കാര്യം? അത് കേട്ടപ്പോൾ മുതലയ്ക്ക് സന്തോഷമായി. സുഹൃത്തെ, എന്നാൽ ശരി, ഹൃദയം എനിക്കെടുത്തു തരൂ. എൻ്റെ ദുഷ്ടയായ പത്നി അത് തിന്ന് നിരാഹാരവ്രതം മതിയാക്കിക്കൊള്ളട്ടെ. ഞാൻ താങ്കളെ ചാമമരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാം. ഇതും പറഞ്ഞ് കരാളമുഖൻ പിന്തിരിഞ്ഞു നീന്തി. രക്തമുഖൻ ദൈവങ്ങൾക്കെല്ലാം വഴിപാടുകൾ നേർന്നുകൊണ്ട് ഇരിപ്പായി. അവസാനം കുരങ്ങൻ ഒരു വിധത്തിൽ കരയ്ക്കണഞ്ഞു. ഉടൻ തന്നെ ഒറ്റച്ചാട്ടത്തിന് ചാമ്പമരത്തിന്മേൽ കയറിയിരുന്ന് ആലോചിച്ചു, ഈശ്വര, എങ്ങനെയൊക്കെയോ പ്രാണൻ തിരിച്ചു കിട്ടി.
വിശ്വസിക്കരുതാത്തവനെ ഒരിക്കലും വിശ്വസിക്കരുത്. എനിക്ക് രണ്ടാമതൊരു ജന്മം കിട്ടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതല പറഞ്ഞു, ചങ്ങാതി, താങ്കളുടെ ഹൃദയം എനിക്ക് ഏൽപ്പിച്ചു തരൂ. അത് തിന്ന് എൻ്റെ ഭാര്യ നിരാഹാരവ്രതം മതിയാക്കി എഴുന്നേൽക്കട്ടെ. രക്തമുഖൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കഷ്ടം കഷ്ടം, എടാ വിഡ്ഢി, വിശ്വാസവഞ്ചക, ഹൃദയം ഒരിടത്ത് സൂക്ഷിച്ചു വച്ച് അതില്ലാതെ നടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എടാ, ചാമ്പമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കടന്നുപോ. ഇനി നിന്നെ ഇവിടെ കാണരുത്, പറഞ്ഞേക്കാം. അത് കേട്ട് കരാളമോഹൻ ലജ്ജിതനായി. കഷ്ടമേ കഷ്ടം, ഞാൻ എത്ര വിഡ്ഢിയാണ്. എന്തിനാണ് ഞാൻ ഇവനോട് കാര്യം തുറന്നു പറഞ്ഞത്? ഇപ്പോൾ ഇവന് എന്നെ വിശ്വാസമല്ലാതായി തീർന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും സൂത്രം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടതായിരിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ചങ്ങാതി, ഞാൻ താങ്കളോട് കളി പറഞ്ഞതല്ലേ. താങ്കളുടെ ഹൃദയം കൊണ്ട് എനിക്കൊരാവശ്യവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് അതിഥിയായി വരൂ. താങ്കളുടെ ജ്യേഷ്ഠത്തിയമ്മ ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുന്നു. എടാ ദുഷ്ട, കടന്നുപോ, കുരങ്ങൻ ശകാരിച്ചു. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. വിശക്കുന്നവൻ എന്ത് പാപമാണ് ചെയ്യാത്തത്? ധനം നശിച്ച് ദാരിദ്ര്യം ബാധിച്ചവന് ദയുണ്ടാവുകയില്ല. അതിനാൽ എടാ ദുഷ്ട, കുരങ്ങൻ തുടർന്നു, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയില്ല. അത് കേട്ട് മുതല അപേക്ഷിച്ചു, ചങ്ങാതി, ഞാൻ നന്ദി കെട്ടവനാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുതേ. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി തരാം. രക്തമുഖന് എന്നിട്ടും കുലുക്കമുണ്ടായില്ല. വിഡ്ഢി, നിന്റെ ഉദ്ദേശം നടക്കുകയില്ല. മാത്രമല്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയുമില്ല എന്ന് പറഞ്ഞ് അവൻ ചാമ്പമരത്തിൽ തന്നെ ഇരിപ്പായി. അത് കേട്ട് വളരെയധികം വിഷമത്തോടെ മുതല കുരങ്ങനുമായുള്ള സുഹൃത്ബന്ധം തകർന്നതും ഭാര്യയുടെ ആഗ്രഹം സാധിക്കാത്തതും മനസ്സിലോർത്ത് ദുഃഖത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പഞ്ചമതന്ത്രം, അപരീക്ഷിത കാരകം. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നന്ദി. ഒരുപാട് പേർ നമ്മുടെ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് വളരെ കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോകളാണ് ഇനി അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.